السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. مرحبا بك يا محي الدين. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ. സുഖമാണോ? മാഷാ അല്ലാഹ്. മുഹിയുദ്ദീനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. 1ഉം 2ഉം മത്സരങ്ങളൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടാണ് 3ാം റൗണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മിടുക്കനായി എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. നാം മുഹിയുദ്ദീന്റെ പാരായണം 1ാം റൗണ്ടിലും 2ാം റൗണ്ടിലും ശ്രവിച്ചവരാണ്. മധുരമനോഹരമായ ഖുർആനിന്റെ പാരായണമാണ് നമുക്ക് മുഹിയുദ്ദീൻ സമ്മാനിച്ചത്. ഈ റൗണ്ടിലും മെച്ചപ്പെട്ട ഖുർആൻ പാരായണം നിർവഹിക്കാൻ അള്ളാഹു മോനെ അനുഗ്രഹിക്കട്ടെ. നല്ല ആത്മവിശ്വാസല്ലേ? ധൈര്യം ഉണ്ടോ? ഓക്കെ, ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് പരിശുദ്ധ ഖുർആന് നോക്കിയിട്ടുള്ള പാരായണമല്ല, ഹിഫ്ലാണ്. ആദ്യ തവണ മുഹിയുദ്ദീന് ഖുർആനിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്ത് നിന്ന് സ്വയം ഓർമ്മയിൽ നിന്നെടുത്ത് ഓതാം. അത് കഴിഞ്ഞതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ജൂറിമാര് വേറിട്ട് 2 ഭാഗത്ത് നിന്ന് അവര് 2 ചോദ്യങ്ങൾ ചോദിക്കും. അതിനും മറുപടിയായിട്ട് ഖുർആൻ മനോഹരമായി പാരായണം ചെയ്തു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. ഇന്ന് ആദ്യമായിട്ട് ഏത് ഭാഗത്ത് നിന്നാണ് ഹിഫ്ല് ഓതുന്നത്? സൂറത്തുൽ ഇസ്രാ. മാഷാ അല്ലാഹ്. സൂറത്തുൽ ഇസ്രായിൽ നിന്നാണ്, തുടക്കത്തിൽ നിന്നാണോ? ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا ذرية من حملنا مع نوح إنه كان عبدا شكورا. صدق الله العلي العظيم.
അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ. قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ നിന്ന് എടുത്ത് ഓതുന്ന ഈ കുഞ്ഞുമോന്റെ പാരായണം ശ്വാസമടക്കി പിടിച്ചാണ് ഞാനും പ്രേക്ഷകരും കേട്ടുകൊണ്ടിരുന്നത്. കാരണം ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും എത്ര ഭംഗിയായിട്ടാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ഈ പാരായണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇസ്രാ, സൂറത്തു ബനി ഇസ്രായേൽ എന്നും ഈ അധ്യായത്തിന് പേരുണ്ട്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശിഷ്ട സൽക്കാരങ്ങളായിരുന്നു ഇസ്രായിലും മിഅ്റാജിലും നമുക്ക് കാണാൻ സാധിച്ചത്. മസ്ജിദുൽ ഹറാമിൽ നിന്നും അങ്ങകലെ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും പുണ്യനബിക്ക് ഒരു രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സഞ്ചരിക്കാൻ ചെന്നെത്താൻ സാധിച്ചു. ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലേറിക്കൊണ്ട്. ഇസ്രാഇ എന്ന വാക്കിന്റെ അർത്ഥം രാപ്രയാണം, നിശായാത്ര എന്നൊക്കെയാണ്. പുണ്യനബിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആകാശലോകങ്ങളിലേക്ക് അള്ളാഹു മനോഹരമായൊരു സൽക്കാരം ഏർപ്പെടുത്തിയത്. തന്റെ എല്ലാമായിരുന്ന പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിയോഗവും ത്വായിഫ് യാത്രയിൽ നേരിട്ട ദുരിതാനുഭവങ്ങളും മക്കയിലെ ജീവിതത്തിൽ പ്രബോധനപരമായ സേവന പ്രവർത്തനങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന കഠിനവും നിഷ്ഠൂരവുമായ യാതനകളുമെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു റിലാക്സേഷൻ, ആശ്വാസമെന്ന നിലയിൽ പുണ്യനബിയെ അള്ളാഹു ആകാശലോകത്തേക്ക് സൽക്കരിച്ചത്. ഏതായാലും ഇസ്രാഉം മിഅ്റാജും പുണ്യനബിക്ക് അള്ളാഹു നൽകിയ മറ്റാർക്കും നൽകാത്ത വിശിഷ്ടമായിട്ടുള്ള ബഹുമതിയും അംഗീകാരവുമായിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നടന്ന പാരായണത്തിന്റെ ജഡ്ജ്മെന്റിലേക്ക് കടക്കാം. നമുക്ക് ചോദിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ് എങ്ങനെയുണ്ടായിരുന്നു ഉസ്താദ് മൊയ്ദ് ഉസ്താദ്? മുഹീദ്ദീൻ പരപ്പിൽ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഏതാ റൗണ്ട്? മൂന്നാമത്തെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? മുഹീദ്ദീൻ വളരെ നന്നായിട്ട് തന്നെ പാരായണം ചെയ്തു. സൂറത്തുൽ ഇസ്രായിന്റെ ആദ്യ ഭാഗം നന്നായി പാരായണം ചെയ്തു തോന്നുന്നുണ്ടോ? അത് നോക്കാതെയാണ്, ഹിഫ്ലിൽ നിന്ന് എടുത്തിട്ടാണ് ഖുർആൻ പാരായണം ചെയ്തത്. വളരെ മനോഹരമായ ശൈലിയിലാണ് പാരായണം ചെയ്തത്. ഏതായാലും മനോഹരമായ പാരായണം തന്നെ, നല്ല പാരായണമായിരുന്നു. കൂടുതലായിട്ടൊന്നും നിയമ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നല്ല കമന്റാണ് നമുക്ക് നദീബ് ഉസ്താദ് നൽകിയിട്ടുള്ളത്. നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ലിയായി ഉസ്താദിനോട് ചോദിക്കാം. മാഷാ അല്ലാഹ്, നല്ല ഗംഭീരമായ ഒരു പാരായണം. മാഷാ അല്ലാഹ്. പിന്നെ വോയിസ് മാഷാ അല്ലാഹ്, അത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നമ്മുടെ മുഹീദ്ദീൻ പരപ്പിൽ അള്ളാഹു നൽകിയിട്ടുള്ളത്. നല്ല എന്താ മസാമീർ ആലു ദാവൂദും പറയില്ല, അതുപോലത്തെ ഒരു സുന്ദരമായ ഒരു വോയിസ് ശബ്ദം അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയിട്ടുണ്ട്. കേൾക്കാൻ നല്ല ഒരു ഭംഗിയുണ്ട്. പിന്നെ ശൈലിയും അൽഹംദുലില്ലാഹ് ഉഷാറാണ്. പിന്നെ തർത്തീലും പിന്നെ ഹദറും രണ്ടും മിക്സായ രീതിയിലാണ് ഇപ്പൊ ഓതിയത്. നമ്മൾ ഏതായാലും ഒന്നിലേക്ക് എത്താം. തർത്തീല് നല്ല പഠിക്കാൻ പറ്റുന്ന നല്ല വോയിസ് ആണ്. പ്രത്യേകിച്ച് സുർരിയത മൻ ഹമൽന മഅ നൂഹ് എന്ന് ഓതിയില്ല, ആ ഭാഗം വളരെ ഇഷ്ടപ്പെട്ട്, വളരെ നല്ല വഖഫ് നൂഹ് എന്ന് നിർത്തിയത് വളരെ ഇഷ്ടമായി. അപ്പൊ അത്ര നല്ല, അതായത് തർത്തീലിലേക്ക് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുരിയത മൻ ഹമൽന മഅ നൂഹ്, ആ ഭാഗം ഉസ്താദ് പറഞ്ഞപ്പോ ഞാനത് വളരെ ശ്രദ്ധിച്ചിരുന്നു. അവിടുത്തെ വഖഫ് അവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ദുരിയത മൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഒന്ന് കേൾക്കാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ذرية من حملنا مع نوح. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, നല്ല മാഷാ അല്ലാഹ്. ആ വഖഫിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു പ്രത്യേക മനോഹാരിതയുണ്ട്. നമുക്ക് മൂന്നാം റൗണ്ടില് ഹിഫ്ല് കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നുണ്ട് ഹിഫ്ലിന്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ഘട്ടം 2 ജൂറിമാരും നിർദ്ദേശിക്കുന്ന ഭാഗത്ത് നിന്നും ഹിഫ്ല് ഓതുക എന്നതാണ്. നമുക്ക് അടുത്തതായിട്ട് നദീബ് ഉസ്താദിനോട് ചോദിക്കാം ഏത് ഭാഗത്ത് നിന്നാണ് ഓതാനുള്ളത് എന്ന്. നദീബ് ഉസ്താദ്.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് വളരെ മനോഹരമായിട്ടുണ്ട്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് അടുത്തതായി മജീദ് ഉസ്താദിനോട് ഹിഫ്ലിന്റെ ഭാഗം ആരായാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضرونه شيئا. قوما غيركم ولا تضروه شيئا والله على كل شيء قدير.
نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون മാഷാ അല്ലാ മാഷാ അല്ലാ നല്ല ഒത്ത്. പിന്നെ ഏതാ ഭാഗം ഓതിയത് ഇപ്പം? വാലമു ജുസ് സൂറത്തു തൗബ. മാഷാ അല്ലാ നല്ല മനോഹരമായി ഓദിക്കണ്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ.